പ്രളയം വരെയൊക്കെ ഞാനൊരു റിസോർട്ടിൽ 7 ആലപ്പുഴ വർഷത്തോളം സിട്രസ് ചെയ്തിട്ടുണ്ട്. സിട്രസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ ഡെയിലി ഉം. ഡാൻസ് ചെയ്തിരുന്ന ആളാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാസം ഒരു വരുമാനമാണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പേയ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഡെയിലി പോകണം നമുക്ക്. അപ്പൊ എനിക്ക് വേറുള്ള സീരിയലുകൾക്കോ അല്ലെങ്കിൽ വേറുള്ള വർക്കുകൾക്കോ പോകാൻ എനിക്ക് പാടായിരുന്നു. പക്ഷെ ഞാനപ്പോ ചിന്തിക്കുന്നത് എന്റെ വീടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അടുത്താണ്. പിന്നെ വേറെ രാവിലെ തൊട്ട് ഒരു 6 മണിക്ക് പോയാൽ മതി. എന്റെ കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് പോയാൽ മതി. രാത്രി ഒരു 10 മണിയാകുമ്പോൾ തിരിച്ചു വരും. പിന്നെ ഈ കിടന്ന് അലയണ്ടല്ലോ, മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി അലയണ്ടല്ലോ എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് അളിയൻസിന്ന് വിളിച്ചത്. ആ ഒരു പ്രളയത്തിന് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് അളിയൻസി തന്നെ എനിക്ക് വിളിച്ചത്. അപ്പൊ ഞാൻ അളിയൻസ് പോകാൻ വേണ്ടിയിട്ടാണ് വലിയ പേയ്മെന്റ് പറഞ്ഞത്. അളിയൻസ് ഒഴിവാക്കാൻ വേണ്ടിട്ടാ പറഞ്ഞത്. പക്ഷെ അത് നമ്മളുടെ ഒരു നിമിത്തം എന്ന് പറയുന്നത് അതൊക്കെയാണ്. ഞാൻ അളിയൻസ് ഒഴിവാക്കാൻ വേണ്ടിട്ട് വലിയൊരു പേയ്മെന്റ് ഒക്കെ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അയ്യോ അത്രയൊന്നും തരാൻ പറ്റത്തില്ല അങ്ങനെ. അപ്പൊ പിന്നെ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാനായിട്ട്. അപ്പൊ പിള്ളേരാണ് പറഞ്ഞത് ചേച്ചി നല്ല പ്രോഗ്രാമാണ്, അത് കളയല്ലേ, ഞങ്ങളൊക്കെ പൊയ്ക്കോളാം റിസോർട്ടിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അളിയൻസിൽ പോയി ജോയിൻ ചെയ്തു. പക്ഷെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ പ്രളയമായി. പിന്നെ റിസോർട്ട് ഫുള്ള് വെള്ളത്തിൽ ആയിപ്പോയി.